Good evening, friends. Welcome to the weekly analysis program. എല്ലാവർക്കും വീക്ക്ലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വീക്ക്ലി ക്യാൻഡിൽസ് നോക്കാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റി അതേപോലെ ഗോൾഡ് ബിറ്റ്കോയിൻ്റെ എല്ലാം. നിഫ്റ്റി വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ഡോജി ടൈപ്പ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഡോജി ടൈപ്പിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റില്ല, കാരണം അത് ക്രോസ് ആയ ശേഷം പിന്നെയും ഹൈ ക്രോസ് ആയ ശേഷം പിന്നെ സെല്ലിംഗ് ഉണ്ടായിരുന്നു. സോ ഈ വീക്ക് നോക്കുകയാണെങ്കിൽ ഈ വീക്ക് പ്രോപ്പർലി ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ബുള്ളിഷ് ഹാമർ ടൈപ്പ് ക്യാൻഡിലാണ്. അപ്പോൾ ഇതൊരു ഇപ്പോൾ പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിലും ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് എടുത്ത് ഇത് കപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കപ്പ്, ഇതൊരു ഹാൻഡിൽ പോയിട്ട് റിട്ടേൺ എടുത്തു. പ്രോപ്പർലി ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഷോ ചെയ്യുന്നത്. സോ ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീക്ക്ലി പോർഷൻ ഇവിടെ ബിൽഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഏതാണോ ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ഈ ഒരു ഓൾമോസ്റ്റ് 26,100 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻസ് ലോങ്ങിലോട്ടുള്ള എടുക്കാം. ഓക്കെ, സോ ഈ നിഫ്റ്റി ഒരു പ്രോപ്പർലി ബുള്ളിഷ് പാറ്റേണിലാണ് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നിഫ്റ്റി ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 days ആയിട്ട് ബൈയിങ് ഉണ്ടാകുന്നുണ്ട്. ലാസ്റ്റ് ഡേ ഫ്രൈഡേ നല്ലൊരു ബൈയിങ് ആയിരുന്നു, സപ്പോർട്ടഡ് ബൈ നമ്മുടെ ആർ ബി ഐയുടെ റെപ്പോ റേറ്റ് കട്ട് ഉണ്ടായിരുന്നു. സോ അത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം അത് ട്രിഗറായി നല്ലൊരു ബൈയിങ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. സോ അതാണ് ഈ ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കാണുന്നത്. സോ നമുക്ക് ഡെയിലി ക്യാൻഡിലാണെങ്കിലും നല്ലൊരു ബുള്ളിഷ് പാറ്റേണിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡെയിലി ക്യാൻഡിലും നിഫ്റ്റി പോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പാറ്റേണിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ബാങ്ക് നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ നോക്കാം. വീക്ക്ലി ക്യാൻഡിലും ഒരു ഹാമർ ടൈപ്പാണ് ക്യാൻഡിൽ. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ കളർ നോക്കണ്ട. ഇപ്പം നിഫ്റ്റി ആയാലും റെഡ് കളർ ആയിരുന്നാലും ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ഈ ഇവിടെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇതൊരു ഓൾവേസ് ഒരു പോസിറ്റീവ് ക്യാൻഡിലല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു ഹൈ ക്രോസ് ചെയ്താലേ അതിന് ട്രിഗർ ആവത്തുള്ളൂ ലോങ്ങിലോട്ട്. ചിലപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മോസ്റ്റ്ലി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു ക്യാൻഡിലുണ്ടോ, ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഇതൊരു പ്യൂർലി ബുള്ളിഷ് ക്യാൻഡിലാണ്. പക്ഷെ എന്ത് സംഭവിച്ചത്, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് സഡൻലി താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണോ അതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുന്നത് അപ്പോഴേ അതിനൊരു വാലിഡ് ഉള്ളൂ ആ ഒരു ക്യാൻഡിലിന്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയാൽ പോലും അത് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ നോക്കുക, എൻട്രി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും അതേപോലത്തെ ഓൾമോസ്റ്റ് സിമിലർ ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു ഹയറിലോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിൻ ആണെങ്കിൽ ഒരു ഏരിയ തന്നെയാണ്, നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നൊരു ഹൈയിലോട്ടുള്ള പോകാനാണ് ചാൻസ് കൂടുതലുള്ളത്. ലോ ബ്രേക്ക് ആണെങ്കിൽ പിന്നെ നമുക്കൊരു ഫർദർ കറക്ഷനിലോട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് അത് പോകേണ്ടത്. ഒരു ക്രിട്ടിക്കൽ സോണിലാണ് ഇപ്പം ബിറ്റ്കോയിനും നിൽക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോമായി അപ്പിലോട്ടുള്ള പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഫെയിലിയർ ആണെങ്കിൽ താഴോട്ടുള്ള ബ്രേക്ക് ഡൗണിനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് നോക്കാം, ക്രിട്ടിക്കൽ ഏരിയയിലാണ് ബിറ്റ്കോയിനും ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് സിൽവർ നോക്കാം. സിൽവർ ആണെങ്കിൽ ഓൾറെഡി ഡെയിലി ക്യാൻഡിൽ ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്തോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ കുറച്ചും കൂടെ ബുള്ളിഷ് ആണ് സിൽവർ. ഉണ്ടോ, നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ഫസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ സക്സീഡിങ് ആയിട്ട് സെക്കൻഡിൽ പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതലും കാണുന്നത്. ഗോൾഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു റിക്കവറി ഫേസിലാണ്. ഒരു ഓൾ ടൈം ഹൈ അടിച്ചിട്ട് ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു, അത് റിക്കവറി ഫേസിലാണ്. സോ മേ ബി ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കൺസോൾട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ത്രൂവിനുള്ള ചാൻസാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നല്ലൊരു കറക്ഷനിലോട്ടുള്ള പോകുന്നത്. ഇത് സപ്പോർട്ടായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആണെങ്കിൽ നല്ലൊരു കറക്ഷനിലോട്ടുള്ള വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് വീക്ക്ലി അനാലിസിസ്. നമുക്ക് അടുത്ത വീക്കിൽ ഡേ അനാലിസിസോട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.